സ്ത്രീകളെന്ത് പറയുന്നോ അത് നടപ്പാക്കണം. പുരുഷനിപ്പോൾ വളരെ ഒരു അധികപ്പറ്റായിട്ട് മാറിയിരിക്കുക. 5 വർഷമായിട്ട് ഇത്രയും സീരിയസ് എന്ന് പറയപ്പെടുന്ന, ഇത്രയും അവകാശപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം എന്തേ പുറത്തു വരാഞ്ഞത്? ഇതുവരെ സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും മറുപടി കൊടുത്തില്ല. അപ്പോൾ അവരത് വായിച്ചിട്ട് അത്ര ഗൗരവമുള്ളതാണെന്ന് അത് തോന്നിക്കാണില്ലായിരിക്കാം. വേറെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പേര് വരാം, ഇനി വലിയ നടന്മാരുടെ പേര് വരാം, ചിലപ്പോൾ ഒന്നുമില്ലാത്ത ആരുടെയെങ്കിലും. ഇപ്പോൾ എൻ്റെ പേരും വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പുരുഷന്മാരെക്കുറിച്ച് ആർക്കും എന്തും കൊടുക്കാമെന്നൊരു ധാരണ വരുന്നത് തന്നെ തെറ്റല്ലേ? പുരുഷാധിപത്യം ഇല്ലാത്ത മേഖല ഒരെണ്ണമെന്ന് കാണിച്ചു തരാമോ? ഇവിടുത്തെ ജുഡീഷ്യറില്ലേ, കൂടുതൽ ജഡ്ജിമാർ ഇവിടുത്തെ പുരുഷന്മാരല്ലേ? ഒരു പ്രൊഡ്യൂസർ തന്നെ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാറിൻ്റെ ഒരു പുസ്തകത്തിൽ സാർ ഒരു അടിക്കുറിപ്പ് പോലെ എഴുതി, പിന്നീട് അത് വലിയ വിവാദങ്ങളായി മാറുകയും ചെയ്തു. ഒരു തമാശ രൂപം ഉണ്ടാക്കിയതാണ് ഞാൻ. പക്ഷേ അത് അന്ന് പുസ്തകം വായിച്ചിട്ട് ആരും പ്രതികരിച്ചില്ല. ഇപ്പോൾ സംഭവം എടുത്ത് കലക്കി എന്നെ അങ്ങ് ഹീറോ ആക്കി. വലിയ ഡയറക്ടർമാർ, വലിയ നടന്മാർ, വലിയ പ്രൊഡ്യൂസർമാർ, പ്രൊഡക്ഷൻ കൺട്രോൾമാർ, ഇവരൊക്കെ അതാത് കാലങ്ങളിൽ ചില ആളുകൾ ഇതിനെ നിയന്ത്രിക്കാറുണ്ട്. ആലുവ ആൻ്റണിയെപ്പോലുള്ള ആളുകൾ. ആലുവ ആൻ്റണി വെറും ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് വന്ന ആളാണ്. ആൻ്റണി പെരുമ്പാവൂർ ഇപ്പോഴും ശക്തനായിട്ട് നിൽക്കുകയല്ലേ. ആൻ്റണി പെരുമ്പാവൂർ മലയാള സിനിമയുടെ ഒരു വേണമെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി മോഹൻലാൽ ഇപ്പോൾ എല്ലാ കാലവും ഞാൻ ജോലി ചെയ്യിക്കും. അവർ തന്നെ അവരുടെ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരിക. മമ്മൂട്ടിയുടെ മോൻ രക്ഷപ്പെടുന്ന അവന് കഴിവുണ്ട്, ഭാഗ്യമുണ്ട്, അവസരമുണ്ട്. അവൻ്റെ ഗോഡ് ഫാദറുണ്ട്. അപ്പോൾ ആ ഭാഗ്യം എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ മോന് കിട്ടുന്നില്ല? ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ ഇരിക്കേണ്ട പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ സ്ഥാനത്ത് ഏത് വനിതകളെ ഇരുത്താൻ കൊള്ളാം? നിങ്ങൾ സജഷൻ തരാം. ഈ വാതിലിൽ മുട്ടുന്നൊരു കാര്യം ഇതിനിടയ്ക്കുണ്ടായി. വാതിലും എൻ്റെ മുറിയിലും വന്ന് മുട്ടിയിട്ടുണ്ട് ഒരു നടി. ഈ വാതിലിൽ മുട്ടുന്നത് ഈ സോക്കാളുടെ കാര്യം ചെയ്യാനാണെന്നുള്ളതിന് ധരിക്കുന്നത് എന്തിനാണ്? നായരിസമുണ്ട്, ഈഴവനിസമുണ്ട്, പിന്നെ എന്താണ് മിമിക്രി ഗ്രൂപ്പുണ്ട്, പ്രാദേശിക ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെന്ന് തന്നെ വെച്ചോ. എനിക്ക് ഭാഗ്യമില്ല, പിന്നെ ഞാനെന്തിനാ പരാതി, ഞാനെന്തിനാ കരയുന്നത്? എല്ലാവരും അങ്ങ് പരിശുദ്ധന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുരുഷനാണോ അവരുടെ മനസ്സിൽ ചെറിയ ചിന്തകൾ കാണും ഏത് സ്ത്രീയെക്കുറിച്ചും. മലയാള സിനിമ കടന്നുപോകുന്ന ഒരു പ്രതിസന്ധി കാലഘട്ടം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട മലയാള സിനിമയിൽ ഉരുത്തിരിഞ്ഞ പുതിയ വിവാദങ്ങളുമെല്ലാം അതിൻ്റെ അങ്ങേതലത്തിൽ നിൽക്കുമ്പോൾ നമ്മളോട് മനസ്സ് തുറക്കുകയാണ്, വൺ ഇന്ത്യയോട് പ്രതികരിക്കുകയാണ് കൊല്ലം തുളസി. സാർ നമസ്കാരം. നമസ്കാരം. സാറും ഇപ്പോൾ പറഞ്ഞതുപോലെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കഠിനമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നായകന്മാർ വില്ലന്മാരായി മാറുന്ന കാലഘട്ടം, വില്ലന്മാർ പലപ്പോഴും നായകന്മാരായി മാറപ്പെടുന്ന കാലഘട്ടവും. എന്താണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് സാറിന് ആദ്യം പറയാനുള്ളത്? അല്ല, എനിക്കിത് വലിയ അത്ഭുതമെന്നോ വലിയ പ്രതിഭാസമെന്നോ വലിയ ആപൽഘട്ടമെന്നോ സിനിമയുടെ വലിയ മോശ സമയമാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അത്ര വലിയ അപരാധമൊന്നും ഇവിടെ ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊലപാതകമോ രാജ്യദ്രോഹ കുറ്റമോ അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഏതെങ്കിലും ഗൂഢാലോചനകളോ അങ്ങനെയുള്ള വലിയ യുദ്ധത്തിനുള്ള ചില ഇതുകളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബീഭത്സ പ്രവർത്തനങ്ങളോ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇതൊരു സാധാരണ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാര്യം ഇവിടെ എന്താ പ്രശ്നം എന്തെന്നാൽ സിനിമയിലെ 2-3 ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന അഭിനേത്രികൾ അവരെ പിന്നെ അവസരം ചോദിച്ച് ചെന്നപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇംഗിതം പ്രകടിപ്പിച്ചു എന്നും, പിന്നെ ചില ആളുകളെ ചെന്ന് മുറിയിൽ പോയി കണ്ടപ്പോൾ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതും ഏറ്റവും വലിയ തമാശ 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ളതും 8 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് സംഭവം. അപ്പോൾ ഇതൊരു വലിയൊരു സംഭവമാണ്. ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന, ലോകത്ത് സംഭവിച്ചിരിക്കുന്ന, അല്ലെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന, കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന, സിനിമാ രംഗത്ത് സംഭവിച്ചിരുന്ന വലിയ കോളിളക്കമാണ് ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഭാഗത്തിന്, ശരിയാണ്, സിനിമാ രംഗത്ത് മാത്രമല്ല ഏത് രംഗത്തും സ്ത്രീകൾക്ക് കുറച്ച് പിന്നെ പരിഗണനയുടെ കുറവുണ്ട്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കണം. ഇത് ഇവിടെല്ല, എല്ലായിടത്തും ലോകം മധ്യാന്ത കാലം മുതൽ സ്ത്രീകൾ ഉള്ളിടത്തെല്ലാം സ്ത്രീകൾക്കെതിരെ ഈ അതിക്രമങ്ങളും ഈ പീഡനശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. അതിന് നമ്മൾ ആരും എതിരല്ല. അത് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അടിമ കച്ചവടം ഉണ്ടായിട്ടുണ്ട്. ആദ്യമാർക്ക് ഓരോ പുരുഷന്മാർക്ക് എത്ര ഭാര്യമാർ അടക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ എല്ലാം പറയുന്ന ഇസ്ലാം മതത്തിലായാലും പിന്നെ ക്രിസ്തീയ മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ഇതെല്ലാം ഇല്ലേ? ഇതെവിടെയാണ് ഈ സ്ത്രീകളെ അതിക്രമിക്കാത്ത പുരുഷന്മാരുള്ളത്? എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ സിനിമയിൽ മാത്രം ഇതിങ്ങനെ എല്ലാവരും കയറി അല്ല എന്നുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അവരെന്താ ചെയ്ത തെറ്റ്?
ബലാത്കാരം ചെയ്തോ ബലാത്സംഗം ചെയ്തോ ഒന്നുമില്ലല്ലോ. ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, അവരത് പറ്റില്ല എന്ന് പറഞ്ഞു, അവിടെ വെച്ച് തീർന്നു, ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അല്ല, ഇപ്പോൾ സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലുള്ള പരാതിയാണ് എത്തുന്നത്. സിദ്ദിഖിനെ സുപ്രീം കോടതി ഇടപെട്ടാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ സിദ്ദിഖ് കോടതിയുടെ പ്രഥമ ദൃഷ്ടിയ കോടതി കുറ്റക്കാരനെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴിയിലൊരു ശക്തമായ മൊഴിയും അവിടെ ഉണ്ട്. അതെ, കുറ്റക്കാരനാണെന്നും പറയപ്പെടുന്നതേ ഉള്ളൂ, കുറ്റക്കാരനായിട്ടില്ല. സിദ്ദിഖിൻ്റെ പ്രശ്നത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കുട്ടി ഏതോ അവർ വിളിച്ചു വരുത്തി സിനിമയൊക്കെ കാണിച്ച്, അപ്പോൾ ആ കുട്ടിയെ കണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് കണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയാനായിരിക്കാം, ഉപദേശിക്കാനായിരിക്കാം മുറിയിലോട്ട് വരാൻ പറഞ്ഞു. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മുറിയിലോട്ട് ചെന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയും പുറത്ത് നിന്നിട്ട് കുട്ടിയെ അകത്തേക്ക് കടത്തി വിട്ടു. ഉത്തരവാദിത്തപ്പെട്ട ഒരു അച്ഛനും അമ്മയും പ്രായപൂർത്തിയായ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ ഒരു അന്യപുരുഷൻ്റെ മുറിയിലേക്ക്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരുഷൻ്റെ മുറിയിലേക്ക് കടത്തി വിടുമ്പോൾ അയാളുടെ മനസ്സിലൊരു സാമാന്യ ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു സംശയം ഉദിക്കണ്ടേ? അയാൾ സാധാരണ ബുദ്ധിയുള്ള ആളാണെങ്കിൽ, പിന്നെ സിനിമാ ലോകത്തെക്കുറിച്ചൊക്കെ പൊതുവായിട്ട് പറയപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ കയറ്റി വിടുന്നത് ശരിയാണോ? ആ കുട്ടി അങ്ങനെ കയറി പോകുന്നത് ശരിയാണോ? അപ്പോൾ അവിടെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഒരു ഉദ്ദേശമുണ്ടല്ലോ. കാര്യം നടക്കില്ല എന്ന് കാണുകയാണെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ, കാര്യം നടന്നു കഴിഞ്ഞാൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളായിട്ട് വരാം. ചിലപ്പോൾ അത് ചാൻസ് കിട്ടിയാൻ വേണ്ടി അവർ വിളിച്ചിരിക്കാൻ, ചിലപ്പോൾ അത് സൂചന കൊടുത്തിരിക്കുക. അതൊന്നും ഞാൻ ന്യായീകരിക്കുക, ഞാൻ ഒരിക്കലും ഈ സ്ത്രീകളോട് ഇത്തരം പെരുമാറുന്നതിനെക്കുറിച്ച് 1% പോലും ന്യായീകരിക്കുന്നതിനല്ല ഞാൻ. ഇവിടെ ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. സിദ്ദിഖിൻ്റെ മുറിയിൽ ചെല്ലുന്നത് വരെ തെളിവുകളുണ്ട്, രേഖകളുണ്ട്. സിദ്ദിഖിൻ്റെ മുറിയിൽ കടന്നതിന് ശേഷം പിന്നെ എന്താ തെളിവ്, എന്താ രേഖ? അതിന് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്ന പൂരത്തെക്കുറിച്ച് നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സാഹചര്യ തെളിവനുസരിച്ച് ഒരു പെണ്ണിനാണല്ലോ ഇപ്പോഴത്തെ അനുകൂലമായ നിയമങ്ങളെല്ലാം. സ്ത്രീകൾ എന്ത് പറയുന്നോ അത് നടപ്പാക്കണം. പുരുഷനിപ്പോൾ വളരെ ഒരു അധികപ്പറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ, സിദ്ദിഖിൻ്റെ വിഷയത്തിൽ ഇത്രയും കാലത്തിന് ശേഷം ഒരു ആരോപണവുമായിട്ട് വരുന്നു. 2017 18 കാലഘട്ടത്തിലും ഇവരിതേ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് കംപ്ലയിൻറ്റുമായിട്ട് പോയിരുന്നു. ഇപ്പോഴാണ് കറക്റ്റ് കംപ്ലയിൻറ്റുമായിട്ട് രംഗത്ത് വരുന്നത്. ഈ കംപ്ലയിൻറ്റുമായിട്ട് രംഗത്ത് വരുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ സിദ്ദിഖ് പറഞ്ഞത് അമ്മയിൽ നിന്നുള്ള സ്ഥാനത്തിൽ, തൽക്കാലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടാം, നീതി ജയിക്കുമെന്നാണ്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു കാരണവശാലും സിദ്ദിഖിനെ ജാമ്യം കൊടുക്കരുതാത്ത രീതിയിലുള്ള കുറ്റകൃത്യമാണ് ചെയ്തേക്കുന്നതെന്നാണ്. അപ്പോൾ കുറ്റക്കാരനല്ലേ അദ്ദേഹം? അല്ല, അതെന്താണെന്ന് നമ്മൾ പറയാതെ എങ്ങനെയാണ് പറയുന്നത്? നമ്മളാരും കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ കണ്ടവരവർ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, പത്രത്തിലൊന്നും അതിൻ്റെ പൂർണ്ണരൂപം വന്നിട്ടുമില്ല. അപ്പോൾ ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി വന്ന പരാതി കൊടുത്ത കമ്മിറ്റിയിൽ മുമ്പാകെ പരാതി കൊടുത്ത ആ വനിതകൾ ഇനിയിപ്പം വന്ന് മൊഴി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. മൊഴി കൊടുത്താൽ തന്നെ അതെന്താണെന്ന് അറിയാം. നമ്മളെങ്ങനെ ഒരാളെ കുറ്റം ആരോപിക്കുന്നത്? അല്ല, അത് പറയണം, സാമാന്യ ബുദ്ധിയല്ലേ ഇതൊക്കെ. ഇത് നമുക്ക് ആരോപണങ്ങൾ ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും പറയാം. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇത് ഏതാണ്ട് മഹാ അപരാധമാണോ? ഈ രാജ്യത്ത് എന്തെല്ലാം കൊലപാതകങ്ങൾ, രാഷ്ട്രീയത്തിൽ ബലാത്കാരമായിട്ട് സ്ത്രീകളെ പിടിച്ച് MLA-മാരില്ലേ? എല്ലാ പാർട്ടിയിലും ഇല്ലേ? ഇടതുപക്ഷത്തിലില്ലേ? വലതുപക്ഷത്തിലില്ലേ? എവിടെ ഏതിനാ ഇല്ലാത്തത്? അപ്പോൾ ഇതെന്തിനാ ഒരു വാർത്താ പ്രാധാന്യം കൊടുത്ത് ഇതിനെത്ര? നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, മഹാ വ്യവസായത്തെയാണ് തകർക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ജോലിയെടുക്കുന്ന മേഖലയാണ് ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുന്നില്ല. അതുകൂടെ ഒന്ന് കരുതുന്നത് നല്ലതാണ്. ഈ സിനിമാ വ്യവസായത്തിൽ ഇപ്പം നിലനിൽക്കുന്ന അമ്മയും WCCയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ ദിലീപ് വിഷയത്തിന് ശേഷം അതിരൂക്ഷമായിട്ട് നിലകൊള്ളുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാണോ? ചില വിഗ്രഹങ്ങൾ ഉടയ്ക്കുമെന്ന് ആദ്യമൊക്കെ തന്നെ ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ആ തരത്തിലുള്ള ചില ആരോപണങ്ങൾ എത്തുകയും ചെയ്യുന്നു. അമ്മയുടെ തലപ്പത്തുള്ള പലരും ഇന്ന് ആരോപണ വിധേയരായിട്ട് തുടരുകയാണ്. അല്ല, ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ ആരോപണം ഉണ്ടെന്നുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചത് ആരാണ്? ഇവർ രണ്ടുപേരും WCCയിലുള്ള അംഗങ്ങളല്ലല്ലോ. WCCയിൽ ഉണ്ടായിരുന്നവർ പണ്ട് പറഞ്ഞിരുന്ന ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതെന്നല്ല. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സിനിമാ വ്യവസായ രംഗത്ത്, അതിൻ്റെ പ്രവർത്തന രംഗത്ത് അനുഭവപ്പെടുന്നു. അവർക്ക് ഒരു സ്വകാര്യതയില്ല, അവർക്ക് പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അവർക്ക് വസ്ത്രം മാറുന്നതിനുള്ള രഹസ്യമായ ഒരു സങ്കേതമില്ല, അവരെ അവിടെ ചാൻസുകൾ കൊടുക്കാനായിട്ട് മറ്റു പലതിനുമൊക്കെ ചിലരൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്, പിന്നെ പണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. അതെല്ലാം ശരി തന്നെയാണ്. അതിനൊന്നും ന്യായമായ ഡിമാൻഡുകളാണ്. ആ ന്യായമായ ഡിമാൻഡുകൾ
ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീയായിട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് രൂപീകരിച്ചത്. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു. പ്രശസ്തയാകുന്ന ശാരദ അമ്മ നടി ഉൾപ്പെടെ ഹേമ ജഡ്ജ് ഉൾപ്പെടെ എല്ലാവരും ഒരു കമ്മിറ്റി കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തിട്ട് 5 വർഷമായി. 5 വർഷമായിട്ട് ഇത്രയും സീരിയസ് എന്ന് പറയപ്പെടുന്ന, ഇത്രയും അവകാശപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം എന്തേ പുറത്തു വരാഞ്ഞത്? അതിപ്പോഴും ദുരൂഹമല്ലേ? എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ചോദിച്ച് മടുത്ത, അതായത് മറുപടി ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. ഇതുവരെ സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും മറുപടി കൊടുത്തില്ല. അപ്പോൾ അവരത് വായിച്ചിട്ട് അത്ര ഗൗരവമുള്ളതാണെന്ന് അവർക്ക് തോന്നിക്കാണില്ലായിരിക്കാം. അല്ലെങ്കിൽ അവർ ബഹുഭൂരിപക്ഷം പുരുഷന്മാർ ചെയ്തതൊന്നും അത്ര വലിയ ക്രൂരത അല്ല എന്നവർക്ക് തോന്നിയതായിരിക്കാം. അപ്പോൾ ഇതിന് ഇടയ്ക്ക് വരുന്ന, അപ്പം പിന്നെ ആരാ വന്നത്? അവർ WCC അല്ല വീണ്ടും കൊണ്ടുവന്ന് പരാതി കൊടുത്തത്. വീണ്ടും പുറത്തുള്ള ആരോ വേറെ ഉദ്ദേശത്തോടു കൂടി ഒരു ഊഹാപോഹം പോലെ കുറേ പേരുകൾ, ഒരു പെണ്ണ് ഒരു നടി പറയുന്നു എന്നെ ഹഗ്ഗ് ചെയ്തു, പുറകിൽ കൂടെ വന്ന് ഹഗ്ഗ് ചെയ്തു, അയാൾ ഞാൻ നിഷേധിച്ചപ്പോൾ കുതറി മാറിയപ്പോൾ അദ്ദേഹം സോറി പറഞ്ഞു, അതവിടെ വെച്ച് തീർന്നു. അതിനുശേഷം വീണ്ടും ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി വീണ്ടും ആരോപണം ഉന്നയിക്കുന്നു. എന്തൊക്കെയായിരിക്കും ഉദ്ദേശം? ഒന്നീ ആ നടിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും. വേറൊരു നടി എന്താ പറയുന്നത്? അവരെ കുറേ വർഷങ്ങൾക്ക് ശേഷം മോശമായ രീതിയിൽ അവരെ ഇവിടെയൊക്കെ തൊട്ടെന്നോ അവിടെ ഇവിടെയൊക്കെ തൊട്ടെന്നോ പിടിച്ചെന്നോ ഒക്കെ പറയുന്നു. 1-2 അല്ല 7 നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരേ നടി തന്നെ പല സാഹചര്യത്തിലും. ഇവർ ഏറ്റവും അവസാനം മലയാളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ബാലചന്ദ്ര മേനോനെ പോലെയുള്ള ഒരു സംവിധായകനെ, നടനെക്കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം വരുന്നു. അദ്ദേഹം പബ്ലിക്കായിട്ട് സ്വയംഭോഗം ചെയ്തു എന്നൊക്കെ പറയുന്നു ഇവരെ ഇരുത്തിക്കൊണ്ട്. എത്ര മ്ലേച്ഛമാണ് ആ ഒരു പ്രയോഗം തന്നെ, എത്ര മ്ലേച്ഛമാണ്. ആ ആരോപണം ഉന്നയിച്ച വനിത, മാന്യ സഹോദരിയുടെ സാംസ്കാരികമായ ആ ഒരു എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും നമുക്ക് ഊഹിച്ചൂടെ? 7 നടന്മാർക്കെതിരെ ഇതുവരെ ആരും വരുന്നുണ്ടല്ലോ. പഴയ നടന്മാരുണ്ട്, നടികളുണ്ട്, അമ്മമാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ അവരെല്ലാം ചീത്തകളായിരുന്നു എന്നല്ലേ എൻ്റെ ഇപ്പം കാണിക്കുന്ന സൂചിപ്പിച്ച. ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന ഏതെങ്കിലും നടിമാർ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് ചിലപ്പം അവർക്ക് ഒന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കണമല്ലേ, അവർ ആരോപണം ഉന്നയിക്കാത്തത്. WCCയിൽപ്പെട്ട ആരെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ പീഡിപ്പിച്ചെന്ന്? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പിന്നെ ഇതൊന്നുമില്ലാതെ ദൂരെ നിൽക്കുന്ന ആരോ ഇത് ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അത് വളരെ ക്രൂരമാണത്. ഈ WCCയിലുള്ള ഒരു നടി പോലും ലൈംഗിക പീഡനം തങ്ങൾക്ക് നേരിട്ടെന്ന് പറയപ്പെടുന്നില്ല. മുഖ്യധാരയിലുള്ള ഒരു നടിമാർ പോലും അത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് രംഗത്തെത്തില്ല. രഹസ്യമൊഴി പോലും ഇത് പറയുന്നില്ല. മീനു മുനീറിന് മാത്രമാണോ മലയാള സിനിമയിൽ ഇത് സംഭവിച്ചിട്ടുള്ളത്? ഈ മീനു മണി എന്ന് പറയുന്നത് ആരാന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമയിൽ സജീവമല്ലാത്തതുകൊണ്ടാകാൻ എനിക്കറിയില്ല. അവർക്ക് മാത്രമല്ല 7 പേരും. അപ്പോൾ 7 പേര് അവരെ പീഡിപ്പിച്ചെന്ന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരുടെ പേര് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. ഇനി അതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് പേര് വരേണ്ട ഒരുപാട് പേര് ഉണ്ടല്ലോ. പല സാഹചര്യത്തിൽ പലരുടെയും പേരുകളാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ വേറെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പേര് വരാം, ഇനി വലിയ നടന്മാരുടെ പേര് വരാം, ചിലപ്പോൾ ഒന്നുമില്ലാത്ത ആരുടെയെങ്കിലും. ഇപ്പോൾ എൻ്റെ പേരും വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിക്ക് മാത്രം എന്താ ഇത് വില കൊടുക്കുന്ന? പുരുഷന്മാർക്ക് കൊടുക്കുന്നതിനകത്ത്, പുരുഷന്മാർക്ക് പ്രതിരോധിക്കുന്നതിനകത്ത് എന്താ ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ കമ്മിറ്റികളും ഇവിടുത്തെ നീതിന്യായമൊക്കെ ഒരു വില കൊടുക്കാത്തത്? ഇവിടെ യഥാർത്ഥത്തിൽ പുരുഷന്മാരല്ലേ പീഡിപ്പിക്കപ്പെടുന്നത്? പുരുഷന്മാരെക്കുറിച്ച് ആർക്കും എന്തും കൊടുക്കാമെന്നൊരു ധാരണ വരുന്നത് തന്നെ തെറ്റല്ലേ? അവിടെയാണ് ഇപ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ കിടന്ന് കളിയാൻ കൂടുന്നത്. ഇപ്പം നടൻ മുകേഷിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഒരു ചുമതലയിലിരിക്കുന്നൊരു ജനപ്രതിനിധിയാണ്, MLA ആണ്. CPM ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്ത് വിഷയം വന്നാലും ഒരു ഘട്ടം വരെ സംരക്ഷിക്കും എന്നുള്ളൊരു ധാരണ മുകേഷിനുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മീനു മുനീറിൻ്റെ പരാതി എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നുള്ള തരത്തിലാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഭീഷണിപ്പെടുത്തി സ്വകാര്യതകൾ കടന്നെടുക്കാൻ പറ്റുന്ന ഒരാളാണോ മുകേഷ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതേ ആരോപണം തന്നെ കോൺഗ്രസ്സിലെ 2 MLA കുറിച്ച് വന്നിട്ടില്ലേ? വേറെ 2 പാർട്ടിയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന 2, ഞാൻ പേര് പറയുന്നില്ല, അവരെ കൂടി വന്നിട്ടില്ല. എന്തേ അതിലെ നടപടി എന്തായി? ഇതൊക്കെ തൽക്കാലത്തേക്കുള്ളൊരു പോകാൻ, അത് കഴിഞ്ഞ് ഇതിപ്പോൾ അങ്ങ് പോകും. ഇപ്പം അതെല്ലാം പോയല്ലോ. ഇപ്പം കഴിഞ്ഞിട്ട് അൻവറിൻ്റെ പ്രശ്നമായി. PV അൻവറാണ് ഇപ്പോഴത്തെ കഥാനായകൻ. നേരത്തെ കുറച്ച് നാൾ രഞ്ജിത്തായിരുന്നു, പിന്നെ മുകേഷായി, പിന്നെ വേറെ ശ്രദ്ധിക്കുക, അതെല്ലാം മാറി ഇപ്പം PV അൻവറാണ്. PV അൻവറിൻ്റെ കാര്യം ഇപ്പോൾ 2-3 ദിവസം വെച്ച് എന്തായാലും തീരുമാനമാകും. നമ്മളൊക്കെ മണ്ടന്മാരാ, വിഡ്ഢികളാണ്. നമ്മുടെ സമയമല്ല ഇതിനു വേണ്ടി കളയുക. ഈ TV പെട്ടി ഇവിടെ മുമ്പിൽ ചെന്നിരുന്ന് ഈ മാധ്യമക്കാരുണ്ടാക്കുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് ചിത്രീകരിച്ച് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ സിനിമാ രംഗത്തുള്ള ചെയ്ത ഒരു വലിയ രാജ്യ ആക്രമണങ്ങളുമല്ലോ അന്ന്, ഒരു ഗൂഢാലോചനയായിരുന്നു. എന്താ നമ്മുടെ പ്രതിരോധത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും പറയാനാണോ അവരെയൊക്കെ വിളിച്ചത്?
അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയോട് ഒരു പെണ്ണിനോട് അവർക്ക് ചിലപ്പോൾ ഒന്ന് കൂടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് കാണാം. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ? പുരുഷനുമായിട്ട് സുഖമായിട്ട് ജീവിക്കാനാണ്. പുരുഷനെ ഉണ്ടാക്കിയിരിക്കുന്നതും സ്ത്രീയുമായിട്ട് സന്തോഷിച്ച് ജീവിക്കാനാണ്. അതല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെയുള്ളൊരു പ്രശ്നം, ഈ അവസരം ചോദിച്ചു വരുന്ന വനിതകളോട് അത്തരത്തിൽ ഈ സുഖം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണല്ലോ ഈ പരാതി വരുന്നത്. ഈ അവസരം ചോദിച്ച് വന്നതാണെന്ന് എന്തേ തെളിവ് അവർ പറഞ്ഞാൽ മതിയോ? ഈ സ്ത്രീകൾ മാത്രം പറയുന്നത് എന്താ നിങ്ങൾ പിടിച്ചു? അവസരം ചോദിച്ച് വന്നപ്പോൾ അവരെന്നെ കയറി പിടിച്ചു. ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷമാണോ ഈ ഓർമ്മ വരുന്നത്? അവർ ചോദിച്ചാൽ പോയ അവസരമാണെന്നും സിനിമയിലേക്കാണ് ഞാൻ പോയതെന്നും അവരെന്നെ കയറി പിടിച്ചു. അന്നേരം 10 വർഷം കഴിഞ്ഞപ്പോഴാണോ ഈ അന്ന് പിടിച്ചതിൻ്റെ എന്താണ് ടച്ചിങ്ങിൻ്റെ സുഖം കിട്ടിയത്? ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഹേമ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഭീഷണികളുണ്ട്. മലയാള സിനിമയിൽ ഇത്ര സോഷ്യൽ മീഡിയ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ ഇത്രത്തോളം ഇല്ല. മീ ടു ക്യാമ്പയിനുകളൊക്കെ ഏകദേശം 2017 മുതലാണ് പിറന്നത്. അത് തെന്നിന്ത്യയിലുടനീളം വന്നു, പിന്നീട് ഇങ്ങോട്ട് വരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ഒരു സ്പേസ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നുണ്ടോ സാർ? ഇല്ല, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ട് മലയാളത്തിൽ ഇപ്പോൾ ഈ ആരോപണ വിധേയമായിരുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് ഭാഷകളിൽ ഇല്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. തമിഴിലില്ലേ, തെലുങ്കിലില്ലേ, കർണാടകയിലില്ലേ, ഹിന്ദിയിലില്ലേ? ഇതിനേക്കാൾ ഉപരി അങ്ങ് അപ്പുറത്തോട്ട് പോയാലോ, ഹോളിവുഡിലേക്ക് പോയാലോ? ഇതെന്താ ഇത്? എനിക്കതാ പറഞ്ഞ്, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനുമായിട്ട് സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയാണ്. അല്ലെ പിന്നെ ഒരാളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയാമല്ലോ. അവനെ സന്താനോത്പാദനം നടത്തി അതിങ്ങനെ കുറിച്ച് കൂടിയാണല്ലോ നമ്മൾ ആദാവിൻ്റെ അവനെ കഥ അറിയാം. ഖുറാനകത്ത് മറ്റേ അവരുടെയും ജന്മമരണത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇത് അവർക്ക് സമ്മേളിക്കാനും സന്തോഷിക്കാനും കൂടിയുള്ള ഒരു വേദം. അത് ഒരു എൻ്റർടൈൻമെൻറ്റ് അംഗമായ സിനിമയിൽ അത് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു. അതൊരു പുരുഷാധിപത്യം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ പറയുമ്പോൾ പുരുഷന് മേൽക്കോയ്മയുള്ളൊരു വിഭാഗമാണ് സിനിമാ വിഭാഗം. അവിടെ അവർ ചൂഷണത്തിന് വിധേയമാകുന്നതൊക്കെയാണ് WCC അംഗങ്ങൾ ഉൾപ്പെടെ മുൻകാലങ്ങളിൽ ഉന്നയിച്ചിരുന്നത്. പുരുഷാധിപത്യം ഇല്ലാത്ത മേഖല ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാമോ? ഇവിടുത്തെ ജുഡീഷ്യറി ഇല്ലേ, കൂടുതൽ ജഡ്ജിമാർ ഇവിടുത്തെ പുരുഷന്മാരല്ലേ? രാഷ്ട്രീയ രംഗത്ത് ഇടതിൻ്റെ ആയാലും വലതിൻ്റെ ആയാലും BJPയുടെ ആയാലും മുസ്ലിം ലീഗിൻ്റെ ആയാലും തലപ്പത്താരാ ഉള്ളത്? മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എത്ര വനിതാ നേതാക്കന്മാരുണ്ട്? കോൺഗ്രസ്സിൽ എത്ര വനിതാ നേതാക്കന്മാരുണ്ട്? CPM-നും CPI-ക്കും എത്ര പേരുണ്ട്? BJP-യിൽ എത്ര പേരുണ്ട്? പുരുഷാധിപത്യം സിനിമയിൽ മാത്രമാണെന്ന് അങ്ങ് പറഞ്ഞത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് അവർ തന്നെ വന്ന് സംവിധാനം ചെയ്യട്ടെ. സ്ത്രീകൾക്ക് അനുകൂലമായ അല്ലെ സ്ത്രീ ഓറിയൻറ്റഡായ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി സിനിമ എടുത്ത് വിജയിപ്പിക്കട്ടെ. സാർ 4 പതിറ്റാണ്ട് ഈ മലയാള സിനിമയിലൂടെ കടന്നു വന്ന ആളാണ്. സാറിൻ്റെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന നായക നടന്മാരെല്ലാം നല്ല സൂപ്പർ സ്റ്റണ്ടുകളും സിനിമകളും പാട്ടുകളുമായിട്ട് നിൽക്കുന്ന സമയത്ത് സാർ വില്ലൻ വേഷങ്ങളും അഡ്വക്കേറ്റും പോലീസ് ഓഫീസറും എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്ത ആളാണ്. സാറ് പോലും പറയുന്നൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. തമിഴ് സിനിമ ഒരു പ്രൊഡ്യൂസർ തന്നെ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാറിൻ്റെ ഒരു പുസ്തകത്തിൽ സാർ ഒരു അടിക്കുറിപ്പ് പോലെ എഴുതി. പിന്നീട് അത് വലിയ വിവാദങ്ങളായി മാറുകയും ചെയ്തു. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊല്ലം തുളസി എന്നുള്ള പേര് കൊണ്ട് സാറിന് വന്നിട്ടില്ലേ? അത് ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ 10, 16, 15 ബുക്കുകളുണ്ട്. അതിൽ ഞാൻ തുളസിയുടെ തമാശകൾ, തുളസിയുടെ ഫലിതങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മളൊന്ന് എടുത്തിട്ട് അതിനകത്തൊരല്പം ഭാവനയെ കൊടുത്ത് ഒരു വായനക്കാർക്ക് ഒരു രസം ഉണ്ടാകുന്ന രീതിയിലൂടെ കഥകൾ എഴുതിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ബുക്കിലെ കഥയാണ്, ഒരു ഭാവനയാണ് ഞാൻ എൻ്റെ സിനിമ വരുത്തി വെച്ച സിനിമ തന്നെ പേരുകൊണ്ട് ചില വിനകളുണ്ടായിട്ടുണ്ട്. അതൊരു തമാശ രൂപം ഉണ്ടാക്കിയതാണ് ഞാൻ. പക്ഷേ അത് അന്ന് പുസ്തകം വായിച്ചിട്ട് ആരും പ്രതികരിച്ചില്ല. ഇപ്പോൾ സംഭവം എടുത്ത് കലക്കി എന്നെ അങ്ങ് ഹീറോ ആക്കി. ഞാനിങ്ങനെ ഒരു ചാനലിനകത്ത് ഞാനിങ്ങനെ എപ്പോഴും തലപൊക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവക്കാരനായിട്ട് നിൽക്കുക. അതൊക്കെ വെറും ഭാവനയാണ്. ഒരു സിനിമാ പ്രൊഡ്യൂസർ തന്നെ വന്ന് പെണ്ണാന്ന് വിചാരിച്ച് പരിചയപ്പെടാൻ വന്നപ്പോൾ ഞാൻ ആണാന്ന് പറഞ്ഞ് അത് ശരി എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ സംഭവം ശരിയാണ്. അതിനെ ഞാനൊന്ന് എന്താണ് ഇത്രയേ ഉള്ള അതുപോലും മനസ്സിലാക്കാൻ സിനിമാ ലോകത്തിന് പറ്റുന്നില്ലല്ലോ. സിനിമാ ലോകത്തെക്കുറിച്ച്, സിനിമാ രംഗത്തെ നടീതടമ്പകളെക്കുറിച്ച് എന്തും പറയുക, എന്ത് ആരോപണങ്ങൾ, എന്ത് മോശവും പറയുന്ന ഒരു ദുഷിച്ച് നാറിയ പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. സ്ഥലപ്പേരുള്ള കുറച്ച് നടിമാരുടെ കൂട്ടത്തിൽ അവർ മോശക്കാരാണെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കൊല്ലം തുളസിയുടെ പേരൂടെ ചേർത്തിട്ട് പറഞ്ഞ കഥയുണ്ട്. അത് ഞാൻ വേറെ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ളതാണ്. അതൊക്കെ ഇതിനകത്തുള്ള തമാശകളാണ്. അതൊക്കെ ഇതിനകത്ത് ഹ്യൂമർ സെൻസിലങ്ങ് വേണം. സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് അല്ലേ? അപ്പോൾ അക്കൂട്ടത്തിൽ കുറേ ഉള്ള എൻ്റർടൈൻമെൻറ്റ് നടന്നു. അതിൽ കവിഞ്ഞിട്ട് എന്താണ് ഇത്ര വലിയ പ്രകോപനമായ രീതിയിൽ ഇവിടെ എന്താ ഉള്ളത്? വയനാട് സംഭവം നടന്നു.
അവിടെ 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 നടന്നിട്ടും നമ്മൾ ഇത്രയധികം പ്രാധാന്യം ഇതവർ കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയും സിനിമാക്കാർ എന്തെല്ലാം ചെയ്തു, എത്ര കോടി രൂപ ഓരോരുത്തരുടെ വരുമാനത്തിൽ നിന്ന് അവർ സംഭാവന ചെയ്തു, അതെല്ലാം മറക്കുകയല്ലേ ചെയ്യുന്നത്, എല്ലാം മറക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു അവസരം വരുമ്പോൾ ചവിട്ടി കൂട്ടുക ശരിയല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിനിമാ രംഗത്തെ അതികായകന്മാർ തന്നെയാണ്. ഞങ്ങളുടെ നെടുന്തുണ്ണനാണ്. അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാണ്, ജീവശ്വാസമാണ്. അതിനെ തകർക്കാനൊക്കെ ഉള്ളൊരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഗൂഢാലോചനകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഗൂഢാലോചന തന്നെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പല്ലാതെ പിന്നെന്താ? ഒരു കാര്യമില്ലാത്ത ഒരു വിഷയത്തെ ഇത്ര വലിയ പ്രതികരിച്ച് ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാനുള്ള ആരംഭം എന്നിപ്പോൾ എന്തായി? ദിവസങ്ങൾ ഇത്രയായില്ലേ? ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 5 വർഷം ഒളിപ്പിച്ച് വെച്ചത് തന്നെ അത്ര സീരിയസ് അല്ലാത്തതുകൊണ്ടല്ലേ. സീരിയസ് ആണെങ്കിൽ അപ്പോൾ എടുക്കുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ അപ്പം നടക്കണ്ടേ? അതൊക്കെ അപ്പം നടപടി എടുക്കേണ്ടവരെ അപ്പം നടപടി. ഇപ്പോൾ ഗവൺമെൻറ് വായിച്ചിട്ട് പറഞ്ഞു ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല, സാധനം നടക്കുന്നതല്ലേ. കാര്യം അവരും പുരുഷന്മാരാ. ഈ മന്ത്രിമാർ നോക്കിയവരും സർക്കാർ തലത്തിരിക്കുന്നതെല്ലാം പുരുഷന്മാരാണ് കൂടുതലും. അവർ നോക്കിയിട്ട് ഇത് സാധാരണ കാര്യമല്ല, അതൊരു പെണ്ണിങ്ങനെ ഒരു ചെറിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അതിനകത്ത് വലിയ സീരിയസ് ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവരുടെ ന്യായമായ ഡിമാൻഡുകൾ അംഗീകരിച്ച് കൊടുക്കുകയും വേണം. എന്നിട്ട് എന്തുണ്ടായി? 15 അംഗ പവർ ഗ്രൂപ്പുകൾ മലയാള സിനിമയെ ഭരിക്കുന്നത്, അമ്മയെ ഭരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സാറിന് ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടാൻ കഴിയുന്നു? ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. എങ്കിലും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇപ്പം വലിയ ഡയറക്ടർമാർ, വലിയ നടന്മാർ, വലിയ പ്രൊഡ്യൂസർമാർ, പ്രൊഡക്ഷൻ കൺട്രോൾമാർ, ഇവരൊക്കെ അതാത് കാലങ്ങളിൽ ചില ആളുകൾ ഇതിനെ നിയന്ത്രിക്കാറുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല, പറ്റത്തില്ല. കാര്യം പ്രൊഡക്ഷൻ കൺട്രോളർമാരായി നിന്ന പല ആളുകളും, അതിനേക്കാൾ ഉപരി പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് ഇരുന്ന പല ആളുകളും ക്രമേണ കയറി പ്രൊഡക്ഷൻ കൺട്രോളായി, അവർ പ്രൊഡ്യൂസർമാരായി. അവർ ചില കാലത്ത് വെച്ച് സിനിമാ രംഗം നിയന്ത്രിച്ചിരുന്ന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൽവിൻ ആൻ്റണിയെ പോലുള്ള ആളുകൾ, ഞാൻ പേരെടുത്ത് പറയാം. ആൽവിൻ ആൻ്റണിയെ പോലുള്ള ആളുകൾ, ആൽവിൻ ആൻ്റണി വെറും ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് വന്ന ആളാണ്. അയാളുടെ ബുദ്ധിപരമായ കഴിവുകൊണ്ടും പിന്നെ ഉൾക്കാഴ്ച കൊണ്ടും ഭാഗ്യം കൊണ്ടും അയാൾ കയറി വന്നു. അവസാനം ഒരു കാലത്ത് ആൽവിൻ ആൻ്റണിയുടെ അഭിപ്രായത്തിന് വില കൊടുക്കുന്ന ഒരു കാലം ഉണ്ടാവില്ലായിരുന്നു മലയാള സിനിമയെ. നമ്മൾ അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ ഇപ്പോഴും ശക്തനായിട്ട് നിൽക്കുകയല്ലേ. അത് അവരുടെ ടൈമാണ്, അത് നമ്മൾ അംഗീകരിക്കാത്ത എന്താ? ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ഡ്രൈവറായിരുന്നു എന്നുള്ളത് എൻ്റെ വലിയ ദോഷകാര്യമല്ലെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് അതിനെ പറ്റിയില്ല. അയാൾ കൂടുതൽ വളർന്നു വന്നു. മോഹൻലാലും കൈയഞ്ഞു സഹായിച്ചു. അയാൾ പ്രൊഡ്യൂസറായി. അയാൾ അവസാനം ഇപ്പോഴും ആൻ്റണി പെരുമ്പാവൂർ മലയാള സിനിമയുടെ ഒരു വേണമെങ്കിൽ പവർ ഗ്രൂപ്പിൻ്റെ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അത് എല്ലപ്പോഴും നിൽക്കണമെന്നില്ലല്ലോ. അങ്ങനെ പലരെ പിടി വിട്ടുവിടും. ഇപ്പോൾ മമ്മൂട്ടിക്ക് ആളുണ്ട്, പക്ഷേ മമ്മൂട്ടിയുടെ പിടി വിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പലരും ഈ രംഗത്തുണ്ട്. ഈ സിനിമാ രംഗത്തുള്ളൊരു അയക്ക് തിങ്കിയ സുൽത്താൻ കുറച്ച് കാലം വഴി അവർ പോവും. മമ്മൂട്ടി മോഹൻലാലും എല്ലാ കാലവും ഞാൻ ജോലി ചെയ്യിക്കും. അവർ തന്നെ അവരുടെ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരിക. അതാണ് ബുദ്ധിപരമായി സിനിമയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. ഞാൻ അതാ പറയുന്നത്, അവിടെ ആരും ചോദിക്കുന്നില്ല. സിനിമയിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ പറയുന്നത് ഈ മക്കളുമാരെ വളർത്തിക്കൊണ്ടുവരികയും മറ്റ് പുറത്തുനിന്നുള്ള ആളുകളെ വളർത്താതിരിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നുന്ന ചില പ്രവണതകൾ കാണുന്നുണ്ട്. അവിടെ ഞാൻ ഒരു തെറ്റ്, ശരിയായ ദിശയിലല്ല മലയാള സിനിമയുടെ പോക്കെന്ന് എനിക്ക് കാണുന്നുണ്ട്. മലയാളം ഇപ്പം എടുത്ത് നോക്കിയാൽ നായകന്മാരായിട്ട് നിന്ന ആളുകൾ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടുപോകും. ചിലത് രക്ഷപ്പെടുന്നു. അവിടെയും ഭാഗ്യം വേണം. ഈ മകനാണെന്നുകൊണ്ട് ഭാഗ്യം വേണം. അതില്ലാതെ പ്രേം നസീറിൻ്റെ മകനും സാറ് അഭിനയിച്ചിട്ടുള്ളതാണ്. പ്രേം നസീറും സോമനും സത്യമാശുവൊക്കെ ഇവരുടെയൊന്നും മക്കൾ മലയാള സിനിമ ഒരു തരത്തിലും ഗതി പിടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് ഭാഗ്യമില്ലാതെ പോയി, കഴിവില്ലാഞ്ഞിട്ടല്ലോ. പ്രേംനവാസിന് കഴിവില്ലാഞ്ഞിട്ടില്ല, നല്ല കഴിവുള്ള ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇപ്പം രോഗമൊക്കെ പിടിച്ച് ഒതുങ്ങി കഴിഞ്ഞിരുന്നു. കഴിവില്ലാഞ്ഞിട്ടാണോ? ഭാഗ്യമില്ല. സോമൻ ചേട്ടൻ്റെ മകന് കഴിവില്ലാഞ്ഞിട്ടാണോ? അവനും ഭാഗ്യമില്ല. എല്ലാം കഴിവും വേണം, ഭാഗ്യം വേണം, അവസരവും വേണം. എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്ത് ഇപ്പം മമ്മൂട്ടിയുടെ മോൻ രക്ഷപ്പെടുന്ന അവന് കഴിവുണ്ട്, ഭാഗ്യമുണ്ട്, അവസരമുണ്ട്. അവൻ്റെ ഗോഡ് ഫാദറുണ്ട്. അപ്പോൾ ആ ഭാഗ്യം എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ മോന് കിട്ടുന്നില്ല? ഭാഗ്യമില്ല, കഴിവില്ലാഞ്ഞിട്ടാണോ? മിടുക്കനാ. അവൻ്റെ ഒരു ആക്ഷൻ ഒരു പടം ഞാൻ കണ്ട, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വോട്ട് ചെയ്ത് എന്തോ ഒരു സ്മാർട്ടാണ്. മോഹൻലാലിനേക്കാൾ ഒരുപക്ഷെ അന്ന് ആക്ഷൻ ചെയ്ത അയാളെ അന്ന് അത് എനിക്കിഷ്ടപ്പെട്ടു. കംപ്ലീറ്റ് ഓട്ടി ചരിക്കുന്നതെല്ലാം.
21-ാം നൂറ്റാണ്ട്. ആ പക്ഷെ ഭാഗ്യമില്ലാതെ പോയി. ഭാഗ്യമില്ലാതെ പോയോ അയാളത് ഒരുപക്ഷെ അയാൾക്കത് വേണ്ടാന്ന് വെച്ചിട്ടാണോ അതെനിക്കറിയില്ല. ഞാനറിയുന്നത് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിയുടെ വേറൊരു ചിന്തയായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ എടുത്ത് നോക്കണം. ഫഹദ് ഫാസിൽ കഴിവുള്ള നടനാണ്, ഭാഗ്യമുള്ള നടനാണ്, അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെന്നിന്ത്യ ഒട്ടാകെ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ അതെ, ബഹുമാനിക്കുന്നത്. ഇപ്പം തെന്നിൻ്റെ ഒട്ടാകെ കോടികൾ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. അവിടെ കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടെ വേണം. ഭാഗ്യവും കഴിവ് മാത്രം പോരാ, അവസരം കൂടെ വേണം. പിന്നെ ഒരു ഗോഡ് ഫാദറും വേണം. ഇത്തരം ആരോപണങ്ങളിൽ ഭാഗ്യം എന്ന് പറയട്ടെ, ഈ യുവനടന്മാരുടെ പേരുകൾ അധികം ഈ പറയുന്ന ആരോപണങ്ങളിലും വരുന്നില്ല. വരുന്നില്ല. കാര്യം അവർക്ക് വിവരമുണ്ട്. അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ സോക്കാൾഡ് നടിമാരുടെ വേലയൊന്നും അവർക്ക് നടക്കത്തില്ലെന്ന് അവർ ബോധ്യപ്പെടുത്തി കാണും. അല്ലെങ്കിൽ എന്താ, എല്ലാവരും അങ്ങ് പരിശുദ്ധന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുരുഷനാണോ അവരുടെ മനസ്സിൽ ചെറിയ ചിന്തകൾ കാണും ഏത് സ്ത്രീയെക്കുറിച്ചും. അതൊരു തെറ്റാണെന്നോ വലിയൊരു കുറ്റമാണെന്നോ ഞാൻ കരുതുന്നില്ല. അത് എല്ലാ പുരുഷനിലും സ്ത്രീക്കില്ലേ ഇത്? സ്ത്രീക്കില്ലേ? സ്ത്രീ അങ്ങോട്ട് ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നടന്മാരും ഒരു നടിയുടെയും വീട്ടിൽ പോയി മുട്ടിയില്ല. പിന്നെ ഈ വാതിലിൽ മുട്ടുന്നൊരു കാര്യം ഇതിനിടയ്ക്കുണ്ടായി. വാതിലും എൻ്റെ മുറിയിലും വന്ന് മുട്ടിയിട്ടുണ്ട് ഒരു നടി. ഒന്ന് തുറന്നു നോക്കിയപ്പോൾ എന്തിനാ അവരുടെ പേസ്റ്റ് എടുക്കാൻ മറന്നുപോയി. ഒരല്പം പേസ്റ്റ് ചോദിക്കാനാണ് എൻ്റെ മുറിയിൽ വന്ന് മുട്ടിയത്. അതൊരു കുറ്റമാണോ, ഒരു തെറ്റാണോ? ഈ വാതിൽ മുട്ടുന്നത് ഈ സോക്കാളുടെ കാര്യം ചെയ്യാനാണെന്നുള്ളതിന് ധരിക്കുന്നത് എന്തിനാണ്? അതൊരു അർദ്ധരാത്രി സമയത്ത് 12 മണിക്ക് പേസ്റ്റ് ചോദിച്ച് വരുന്ന അർദ്ധരാത്രി അല്ല, രാവിലെയാണ്. അല്ല, ഇത് അർദ്ധരാത്രിക്കൊക്കെ വന്ന് മുട്ടുന്നു. അല്ല, ഞാൻ പറഞ്ഞ വന്ന് മുട്ടുന്നത് പുരുഷനാണെന്നും മദ്യപിച്ചിട്ടുണ്ടെന്നും അകത്തിരിക്കുന്ന സ്ത്രീ അങ്ങനെ അറിയുന്നു? അവർക്കെന്തോ വല്ല ടെലിപ്പതിയോ അല്ല ഇതുവല്ലോ ഉണ്ടോ? ഇതൊക്കെ വെറുതെ ആരോപണങ്ങൾ പറയുന്നത്. അതൊക്കെ എൻ്റെ പൊന്നെ 100 വർഷം തന്നെയുള്ള മലയാള സിനിമ. ഈ കഴിഞ്ഞ 95 വർഷമായിട്ട് നടക്കാതിരുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ ഇപ്പം നടക്കുമെന്ന് ആര് വിശ്വസിക്കാനാണ്? അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതെല്ലാം ഉള്ള അതിനകത്ത് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഉണ്ടായിരുന്നു എന്നുകൊണ്ട് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഒരു പുനർചിന്തനം വരട്ടെ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നാ, ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞ വേർഷന്മാർ പറഞ്ഞാൽ ഇവിടെ വളരെ വളരെ വിജിലൻ്റാവും. ഉള്ള അവസരം കൂടെ നിഷേധിക്കപ്പെടും. അമ്മയിൽ ഇങ്ങനെ ഒരു വലിയൊരു തലമുറ മാറ്റം വരും എന്നുള്ളൊരു തോന്നലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത റോളിലേക്ക് എത്തുക എന്നാണ്? എൻ്റെ പൊന്നെ, ഒരു കമ്മിറ്റി മെമ്പറായിട്ട് വരാൻ ആളുകൾ വരുന്നില്ല അവിടെ. എത്ര സ്ത്രീകൾ വരുന്നുണ്ട്? സ്ത്രീകൾ മത്സരത്തിന് നിന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല. വോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ വരണമെന്നുള്ള പ്രാതിനിധ്യത്തിൻ്റെ പേരിലാണ് രണ്ടുപേരെയും കണ്ടുപിടുത്തത്. ഇപ്പോൾ അവർ മുമ്പോട്ട് വരുന്നില്ല. പിന്നെ ഒരു പുരുഷൻ, ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ ഇരിക്കേണ്ട പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറിയോ സ്ഥാനത്ത് ഏത് വനിതകളെ ഇരുത്താൻ കൊള്ളാം? നിങ്ങൾ സജഷൻ തരാമോ? അവർ വന്നിരുന്നാൽ എല്ലാവരും കൊള്ളാം. അവർ വന്നിരുന്നാലേ ഇതൊരു വല്ലാത്ത മേഖലയല്ലേ. ഇവിടെ വലിയ പ്രൊഡ്യൂസർമാർ സർക്കാരുമായിട്ട്, പിന്നെ ഡയറക്ടർമാരുമായിട്ട്, ബാക്കി നടീതന്മാരുമായിട്ട് എല്ലാം ഡിപ്ലോമാറ്റിക് അപ്രോച്ചിലൂടെ നടന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാൻ ഒരു സ്ത്രീക്ക് കഴിയുമോ? അമ്മ ഒരു ട്രേഡ് യൂണിയൻസ് ചട്ടക്കൂട്ടിലേക്ക് നീങ്ങുമ്പോൾ ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷൻ കൂടെ അവിടെ വരികയല്ലേ? അപ്പോൾ അവിടെ ട്രേഡ് യൂണിയൻ ചട്ടക്കൂട്ടിലേക്ക് അമ്മയ്ക്ക് നീങ്ങാൻ പറ്റത്തില്ല. ഇത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. അതിനുള്ള മെമ്പർമാരുടെ പിന്നെ ഉന്നമനവും അവരുടെ സൗഹൃദവും അവരുടെ കൂട്ടായ്മയും അവരുടെ നല്ലതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സംഘടന. അതിനൊക്കെ ട്രേഡ് യൂണിയൻ അല്ല. ട്രേഡ് യൂണിയൻ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ശമ്പളം കൊടുക്കണം, എല്ലാവർക്കും ഒരേ ജോലി കൊടുക്കണം. മമ്മൂട്ടിക്ക് മോഹൻലാലും കൊടുക്കുന്നതിന് കൂട്ടാൻ സുരേഷ് ഗോപിയും കൂടി എല്ലാവരും അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഒരേ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ചിലപ്പം വില്ലനായിരിക്കും ഏറ്റവും കൂടുതൽ റോളുള്ളത്. അയാൾക്ക് മമ്മൂട്ടിയുടെ മോഹൻലാലിനെ ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ട്രേഡ് യൂണിയനുമായിട്ടൊന്നും അമ്മയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് അമ്മ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് 25 വർഷമായിട്ട് നിൽക്കുന്ന അമ്മ ഇങ്ങനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ട് തകർക്കാൻ നോക്കും. അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ. എനിക്ക് അക്കാര്യത്തിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. നമ്മൾ സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് വന്ന് രാഷ്ട്രീയക്കാരാണ്. മുകേഷ് വേറൊരു രാഷ്ട്രീയം, ഗണേഷ് കുമാർ വേറൊരു രാഷ്ട്രീയം, ഇന്നസെൻ്റ് വേറൊരു രാഷ്ട്രീയം. ഇവരൊന്നും വന്നിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം ഇറക്കാനോ രാഷ്ട്രീയപരമായിട്ട് കൂട്ടാനോ അല്ലെങ്കിൽ നമുക്കെല്ലാവരും ഒന്ന് ചെയ്യിക്കണമെന്ന് ആരും അങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല. അതാണ് പിടിക്കാത്തത്. വിവിധ രാഷ്ട്രീയക്കാരായിട്ടും രാഷ്ട്രീയ വിശ്വാസികളുണ്ടായിട്ട് പോലും അമ്മയിൽ അത്തരം ഒരു വിഘടനവാദത്തിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല. ഒരു വൻ നടന്മാരും ചെറിയ നടന്മാരും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതുണ്ടാകുന്നു.
ഒന്നും സൈഡുകളിൽ ഉണ്ടായിട്ടില്ല. നിന്ന്. ഇല്ലല്ല, അങ്ങനെ പറഞ്ഞുണ്ടാക്കരുത്. ഒരു സൈഡിലും ഉണ്ടാക്കരുത്. അതൊന്നും വില പോകാനും പോകുന്നില്ല, അല്ല, ആരും കേൾക്കത്തില്ല. പല എതിർസ്വരങ്ങളും അവിടെ ഉയരുന്നുണ്ടല്ലോ. അങ്ങനെയാണ് എതിർസ്വരങ്ങൾ ചില ആളുകൾക്ക് എതിർക്കാൻ വേണ്ടി മാത്രം കാണാം. അത് വേണം, സമൂഹത്തിന് അത് വേണമല്ലോ. എതിർസ്വരങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ശരിയായിട്ടുള്ള സ്വരം മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഇടയ്ക്കിടയ്ക്ക് സ്വരങ്ങൾ ചിലർ ഉയർക്കും. ഞാൻ പേര് പറയുന്നില്ല, അത് ചിലപ്പോൾ ആവർത്തനമായിട്ട് തോന്നാറുണ്ട്. ഒന്നുമില്ല, അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ബേസിക്കലി എന്താണ് തെറ്റ്? അവസരം കിട്ടുമ്പോൾ, അവസരം നിഷേധിക്കുമ്പോൾ ഈ എതിർ സ്വരങ്ങൾ ഉയർത്തി ഇവിടെ ഒതുക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ നായരിസമുണ്ട്, ഈഴവനിസമുണ്ട്, പിന്നെ എന്താണ് മിമിക്രി ഗ്രൂപ്പുണ്ട്, പ്രാദേശിക ഒരു ഗ്രൂപ്പുണ്ട്, ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെന്ന് തന്നെ വെച്ചോ. എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പരാതി, ഞാനെന്തിനാ കരയുന്നത്? എനിക്ക് എത്രയേ ഉള്ളൂ ഭാഗ്യം.